റോസസ് വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. ഞാനെന്ന് ചെയ്യുന്ന വീഡിയോ ഒരു മാസം ഞാൻ മുൾട്ടാനി മെട്ടി മാത്രം എൻ്റെ സ്കിന്നിൽ മിട്ടിയല്ല ഹലോ റോസസ് വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. ഞാനെന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരു മാസം മുൾട്ടാനി മിട്ടി മാത്രം എൻ്റെ ഫേസിൽ ഇട്ടു. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി 9 ചലഞ്ച് മുമ്പും ചെയ്തിട്ടുണ്ട്. കേർഡ് ഇട്ടിട്ടുണ്ട്, ഹണി ചെയ്തിട്ടുണ്ട്, പിന്നെ ഐസ് ക്യൂബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4മത്തെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കാരണം വേറൊന്നുമല്ല, എനിക്ക് ജനുവരിയിൽ നന്നായിട്ട് ഫീവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്കിൻ കെയർ ഒട്ടും ചെയ്തില്ല. അതിനുശേഷം ഞാൻ നിയാസിനമൈഡ് സിറം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ചലഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നിയാസിനമൈഡ് സിറം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് എൻ്റെ സ്കിന്നിൻ്റെ തുടങ്ങുമ്പോഴുള്ള അവസ്ഥ. സ്കിൻ ഭയങ്കര മോശമായിരുന്നു. മീൻസ് ഒട്ടും സ്കിൻ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം പിമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്നയുടെ മാർക്സ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ആക്നയുടെ ആ പസ് പോയിട്ട് ആ ക്രസ്റ്റ് പോലെ നിൽക്കുന്നില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മുതൽ മുൾട്ടാനി മെട്ടി അപ്ലൈ ചെയ്തു. അതായത് ഫെബ്രുവരി മാസം മുഴുവൻ. ഫെബ്രുവരിയിൽ 28 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ 28 ഡേയ്സും ഞാൻ മുൾട്ടാനി മെട്ടി ഫേസിൽ അപ്ലൈ ചെയ്തു. നോർമൽ ഫേസ് വാഷ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് പറയാം. ബാക്കിയുള്ള സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നത് പോലെ തന്നെയുള്ള വ്യത്യാസമൊന്നും എനിക്ക് ഉണ്ടായില്ല തുടക്കത്തിൽ. മിക്കതും ചെയ്യുമ്പോഴത്തേക്കും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3 ദിവസം 5 ദിവസത്തിനകത്ത് എനിക്ക് ചേഞ്ച് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് കാര്യമായിട്ടുള്ള ചേഞ്ച് 10 ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. ഒരു 5-6 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി ഓയിൽ കൺട്രോൾ ആയിട്ട് വരുന്ന തോന്നി. പക്ഷേ ഓയിൽ കൺട്രോൾ ഒന്നും പറയാനും പറ്റത്തില്ല. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും നന്നായിട്ട് സ്വെറ്റ് ആകുന്നുണ്ട്. മീൻസ് ചൂടടിക്കുമ്പോൾ നന്നായിട്ട് സ്വെറ്റ് ആകുന്നുണ്ട്. നോർമൽ പോലെ തന്നെ. പക്ഷേ ഒരു നല്ല തണുത്ത കാലാവസ്ഥയിൽ അല്പം കൺട്രോൾഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര എക്സ്ട്രീം ഒരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. അത് പറയാൻ മറന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബോണസ് പോയിന്റും കൂടെ പറയും. അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഒരു 10 ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ ചെറുതായിട്ട് പാടുകൾ കുറഞ്ഞു തുടങ്ങി. പിന്നെ മുഖക്കുരു പുതിയത് വരുന്നത് നിന്നിട്ടുണ്ടായിരുന്നു. ഹോർമോണലായിട്ടുള്ളത് ഇടയ്ക്ക് വന്നിട്ടുണ്ട്. മീൻസ് നോർമലി വരുന്ന പിമ്പിൾസ് നിന്നിട്ടുണ്ടായിരുന്നു, വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഒരു 10 ദിവസം എടുത്തിട്ടാണ് എനിക്ക് വിസിബിളായിട്ട് ഒരു ചേഞ്ച് ഫീൽ ചെയ്തത്. അത്ര സ്ലോ ആയിരുന്നു, വൻ സ്ലോ ആണ്. നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ ഫേസ് പാക്കിൻ്റെ അത്രയും സ്പീഡായിട്ടുള്ള ഒരു എഫക്റ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് 20മത്തെ ദിവസത്തിലെയാണ്. അപ്പോഴേക്കും 60% എൻ്റെ ഫേസിലെ പാടുകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. ഞാൻ മിററിൽ നോക്കി നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് വേറൊരു പോസിറ്റീവ് കൂടെ ഉണ്ട്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിമ്പിൾസ് വരുന്നില്ലല്ലോ. നമുക്ക് പുതുതായിട്ട് വരുന്ന പിമ്പിൾസ് ആണ് നമ്മുടെ മുഖത്ത് പാടിങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ട് കിടക്കുന്നതിന് ഒരു കാരണം. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ മുഖത്ത് പാടില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ പുതിയ പിമ്പിൾസ് വരുന്നതും കൂടെ തടഞ്ഞിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പിമ്പിൾസ് വരും തടയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഫേസിൽ നന്നായിട്ട് ഒരു 60% ഒരു സ്കിൻ ക്ലിയർ ആയിട്ട് വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈനെസ് ഭീകരമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കത് കംപ്ലീറ്റ്ലി ഡ്രൈ എന്ന് പറയാനും പറ്റത്തില്ല. ഡ്രൈ ആക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനത് അപ്ലൈ ചെയ്തിട്ട് കുറേ നേരത്തേക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഉടനെ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും എനിക്ക് സെറം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു. കാരണം വേറെ ആക്ഷൻ ആയിപ്പോയാലോ. മീൻസ് സെറത്തിൻ്റെ ആക്ഷനും കൂടെ സ്കിന്നിൽ ഉണ്ടായാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറം ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നോർമൽ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആകുന്നില്ല. അത്രയ്ക്കിട്ടും ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമും അങ്ങനെയുള്ളതാണ്. ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുള്ള മോയ്സ്ചറൈസിങ് ക്രീം എൻ്റെ കയ്യിലില്ല. അത് വേറൊരു കാര്യം കൂടെയാണ്. അപ്പോൾ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 28 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 70 to 80% ക്ലിയർ ആയി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ള നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് ഒരു 90-95% നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു 1 മന്ത് ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഇത് അത്രയൊന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു 100 എത്തത്തുള്ളൂ. അത്ര സ്ലോ ആണ് ഇതിൻ്റെ ആക്ഷൻ. പിന്നെ ഡ്രൈനെസ് ഭീകരമായി. അത് സ്പെഷ്യലി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര തണുപ്പാകുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും മാത്രമായിട്ട് ഡ്രൈ ആകുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ ഈ മുൾട്ടാനി മെട്ടി അപ്ലൈ ചെയ്ത ശേഷം ഇവിടെ ഇത്രയും എക്സ്ട്രീംലി ഡ്രൈ ആകാനും സംടൈംസ് ഇത് ഇത്തിരി എനിക്ക് ഇറിറ്റേറ്റഡ് ആകാനും ഇച്ചിരി ഇച്ചി ആയിട്ട് ഫീൽ ചെയ്യാനും ആ ഡ്രൈനെസ്സിൻ്റെ ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലില്ലേ അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് സെറമോ ഒരുപാട് മോയ്സ്ചറൈസിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറയാൻ മറന്നു, ഞാനിത് വെള്ളത്തിലാണ് കുഴച്ച് അപ്ലൈ ചെയ്തത്. കാരണം നോർമൽ മുൾട്ടാനി മെട്ടിയുടെ ആക്ഷനാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ മുൾട്ടാനി മെട്ടി ഡെയിലി അപ്ലൈ ചെയ്യാൻ എക്സ്ട്രീംലി ഓയിലി സ്കിന്നായിട്ടുള്ള ആളായി എനിക്ക് പോലും താല്പര്യം തോന്നിയില്ല. ആഴ്ചയിൽ 3-2 ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും. ഇത് നിങ്ങൾ ഡ്രൈ ആണ്, നോർമൽ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കർഡിലോ അല്ലെങ്കിൽ ഹണിയിലോ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലിൽ. അല്ലാതെ നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കലാണ്, അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നല്ല ആക്ഷനാണ് മുൾട്ടാനി മെട്ടിയുടെ. ഭയങ്കര സ്ലോ ആണ്, പക്ഷെ ആക്ഷൻ നല്ലതാണ്. ആക്ഷൻ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ മുൾട്ടാനി മെട്ടി ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അതിൻ്റെ
ഒരു ഡ്രൈനെസ് അത്ര ഭീകരമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇത്രയും ഡ്രൈ ആയിട്ട് എൻ്റെ സ്കിൻ ഞാൻ മൂന്നാർ പോയപ്പോൾ പോലും കണ്ടിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്ക് ഭയങ്കര ഡ്രൈ ആയിപ്പോയി. അതുകൊണ്ട് ഒരിക്കലും എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്ക് പോലും ഞാൻ ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് എന്നും അപ്ലൈ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ബോണസ് പോയിന്റ്, ഞാനിത് അപ്ലൈ ചെയ്ത ശേഷം കംപ്ലീറ്റ്ലി ഡ്രൈ ആകാൻ വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൽ ചൊറിച്ചിൽ തുടങ്ങുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ പെയിൻ തുടങ്ങുന്നുണ്ടായിരുന്നു, ഇറിറ്റേഷൻ, ഇച്ചിങ് ആണ് ചൊറിച്ചിൽ, ഓക്കെ, എല്ലാ പ്രശ്നം തുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രീംലി കംപ്ലീറ്റ്ലി ഡ്രൈ ആകാൻ വേണ്ടി ഒരിക്കലും അലോ ചെയ്യല്. അബദ്ധത്തിൽ പോലും നന്നായിട്ട് ഡ്രൈ ആകാതെ ഒരു സെമി ഡ്രൈ ആകുമ്പോഴേക്കും നമ്മൾ വാഷ് ചെയ്ത് കളയണം. പെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പം മുൾട്ടാനി മിറ്റിയുടെ ആക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് മുൾട്ടാനി മിറ്റി മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തത്. നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെറമോ നന്നായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് ഒക്കെ വെച്ച് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആക്ഷനും കിട്ടും, മുൾട്ടാനി മിറ്റിയുടെ ഈ ഡ്രൈനെസ് തടയാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. പിന്നെ 1 മന്ത് ചലഞ്ചിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഞാൻ പറ്റുമ്പോഴേ ചെയ്യും. കാരണം എനിക്കിത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മീൻസ് 1 മന്ത് കണ്ടിന്യൂസ്ലി ഒരു കാര്യം തന്നെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും അത് പറ്റാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടിടുന്ന വീഡിയോ ഈ 1 മന്ത് ചലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഞാൻ പറ്റുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഏകദേശം ഒരു ഫ്രീ ആയിട്ട് വരുന്ന 1 മന്ത് ഉള്ളപ്പോൾ ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എന്നിട്ട് അതിനുശേഷം അടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.